ആമി ദത്തൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. കയ്യിലൊരു ഗ്ലാസുമുണ്ട്. ദത്തൻ ബെഡിൽ കിടക്കുകയാണ്. ഏട്ടാ, കയ്യിലെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് ആമി ദത്തനെ തൊട്ട് വിളിച്ചു. അയാൾ പതിയെ കണ്ണു തുറന്നു. വേദനയ്ക്ക് കുറവില്ലേ? അവൾ അയാൾക്കരികിലിരുന്നു കൊണ്ട് ചോദിച്ചു. നല്ല വേദനയുണ്ട്, ചിലപ്പോൾ അതങ്ങ് കൂടും, അന്നേരം സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഇന്ന് ഡോക്ടറെ കണ്ടേ തീരൂ. ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ, എങ്കിലും അതിൻ്റെ കൂടെ ഈ പച്ചമരുന്ന് കൂടി കഴിക്കുന്നത് നല്ലതാണ്. ഒറ്റമൂലിയ. അവൾ കയ്യെത്തിച്ച് മേശപ്പുറത്ത് നിന്നും ഗ്ലാസ് എടുത്ത് ദത്തന് നേർക്ക് നീട്ടി. ഇതിലെന്താ ചേർത്തിരിക്കുന്നത്? അയാൾ ജിജ്ഞാസയോട് ചോദിച്ചു. ഈ പറമ്പിലൊക്കെ കല്ലുരുക്കി എന്ന പേരിലൊരു ചെടിയുണ്ടേട്ടാ. അതിൻ്റെ ഇല പാലിൽ അരച്ചു കുടിച്ചാൽ ഈ അസുഖത്തിന് ബെസ്റ്റാണത്രേ. അമ്മ പറഞ്ഞു തന്നതാ. അത് 2 തരത്തിലുണ്ട്, ഒന്ന് മധുരമുള്ള ഇലയും പിന്നൊന്ന് കയ്പുള്ള ഇലയും. ഇതിലേത് ഇലയാ ചേർത്തിട്ടുള്ളത്? അവളിൽ നിന്നും കൈനീട്ടി ഗ്ലാസ് വാങ്ങുമ്പോൾ ദത്തൻ ചോദിച്ചു. ഇത് കയ്പുള്ള ഇലയാണ്. മധുരമുള്ളത് കഴിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടില്ലേട്ടാ. ദത്തൻ ഗ്ലാസ് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് സിപ്പ് ചെയ്തു. നാവിൽ കയ്പ് രസം അറിഞ്ഞതും അയാൾ തലയൊന്ന് കുടഞ്ഞു. എനിക്കൊന്നും വേണ്ട, നീ കൊണ്ടുപോയി. അയാൾ അവളെ ദേഷ്യത്തോടെ നോക്കി. എൻ്റെ ഏട്ടാ, ഇതൊക്കെ എന്ത് കയ്പ്? മൂക്ക് പൊത്തിപ്പിടിച്ച് ഒറ്റ വലിയങ്ങ് വലിച്ചോ, ഒരാഴ്ച കൊണ്ട് ഏട്ടൻ്റെ കിഡ്നിയിൽ കിടക്കുന്ന കല്ല് ഉരുകാൻ തുടങ്ങും. നോക്കിക്കോ. ദത്തൻ ദയനീയമായി ആമിയെ നോക്കി. അവളൊന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. കണ്ണടച്ച് ശ്വാസം അടക്കി പിടിച്ച് ദത്തൻ ഒറ്റ വലിക്കത് കുടിച്ചു തീർത്തു. ഗ്ലാസ് ആമിയുടെ കയ്യിൽ കൊടുത്തതും ദത്തൻ ഒരു ഓട്ടമായിരുന്നു വാഷ്റൂമിലേക്ക്. ഇത്രയും കയ്പുള്ളൊരു വസ്തു ദത്തൻ കഴിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. വായയൊക്കെ വൃത്തിയാക്കി അയാൾ റൂമിലെത്തുമ്പോൾ ആമി അവിടെ ഉണ്ടായിരുന്നില്ല. വായിലെ കയ്പ് മാറാൻ ഒരു നുള്ളു പഞ്ചസാരയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കുമ്പോഴാണ് ദത്തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തതും ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പാർത്ഥസാരഥിയുടെ പേര് കണ്ടതും ദത്തൻ വേഗം ഫോൺ ചെവിയോട് ചേർത്തു. പറയ്. അപ്പുറത്തു നിന്നും കേട്ട വാർത്തയുടെ ആഘാതത്തിൽ ദത്തൻ്റെ കയ്യിൽ നിന്നും ഫോൺ തെറിച്ചു വീണു. ഒരു നിമിഷം അയാൾ തളർന്നിട്ടെന്നോണം ബെഡിലിരുന്നു. പിന്നെ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് പുറത്തേക്ക് ഒരോട്ടമായിരുന്നു. ഭ്രാന്തെടുത്തതുപോലെ കാർ എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് പാഞ്ഞു. ദത്തൻ പുറത്തേക്ക് പോകുന്നത് ആമി കണ്ടിരുന്നു. പക്ഷെ എങ്ങോട്ടാണെന്ന് മനസ്സിലായതുമില്ല. ഇന്ദിരയുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവർക്കും അറിയില്ലായിരുന്നു. എന്തായാലും ഇന്ദിരയുടെ സമ്മതത്തോടെ ആമി പൂജയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഡ്രൈവിംഗ് വശമുണ്ടായിരുന്ന ആമി തന്നെയാണ് കാർ എടുത്തത്. താൻ പ്രസവിച്ച ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ആമി പൂജയും കൂട്ടി പോയത്. ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയിറങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആമിക്കൊരു ലക്ഷ്യവുമില്ലായിരുന്നു. അതവരുടെ മുഖത്തു നിന്നും വായിച്ചറിഞ്ഞ പൂജ കണ്ണുകൾ കൊണ്ടവർക്ക് സാന്ത്വനമേകി. പൂജ ആമിയെയും കൊണ്ട് വിസിറ്റേഴ്സിനുള്ള ചെയറിൽ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കാതെയാണ് മുന്നിട്ടിറങ്ങിയതല്ലേ പൂജ? ആമി പൂജയുടെ മുഖത്തേക്ക് നോക്കി. ശരിയാണ്, നമുക്കിന്നലെ രാത്രി തന്നെ ഇതിനൊരു സ്കെച്ച് തയ്യാറാക്കാമായിരുന്നു. പൂജയും ആമി പറയുന്നതിനെ ശരിവെച്ചു. എന്തായാലും നമ്മുടെ മുന്നിൽ ഉച്ചവരെ സമയമുണ്ട്. 10 മിനിറ്റ് നേരം നമുക്കിരുന്ന് ആലോചിക്കാം എവിടെ നിന്ന് തുടങ്ങണമെന്ന്. ആമി പറയുന്നത് കേട്ട് പൂജയും ആലോചനയിൽ മുഴുകി. ചിറ്റേ, നമ്മൾ നേരിട്ട് ചെന്ന് റിസപ്ഷനിൽ ചോദിച്ചാലൊന്നും അവരുടെ സഹായം കിട്ടണമെന്നില്ല. വേറെന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തണം. ചിറ്റയ്ക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ഐ മീൻ, വല്ല നഴ്സുമാരെയോ വല്ല ഡോക്ടർമാരെയോ അതുമല്ലെങ്കിൽ വല്ല അറ്റൻഡർമാരെയോ, അങ്ങനെ ആരെങ്കിലും? ആമിയും ആലോചനയിൽ മുഴുകി. അങ്ങനെ ആരെയെങ്കിലും പരിചയമുള്ളതായിട്ട് അവർക്ക് ഓർമ്മ വന്നില്ല. കുറച്ചു നേരത്തെ ചിന്തകൾക്കൊടുവിൽ ആമിയുടെ മുഖത്തൊരു കുഞ്ഞു പ്രകാശം വീണു. പൂജ, എൻ്റെ കൂടെ ഒരു മീനാക്ഷി പഠിച്ചിരുന്നു. അവളുടെ അമ്മ ഇവിടെ നഴ്സായിരുന്നു. അവളുടെ കോണ്ടാക്റ്റ് നമ്പർ എങ്ങാനും കിട്ടിയാൽ ചോദിച്ചു നോക്കാമായിരുന്നു. അവരുടെ നമ്പർ നമുക്ക് എങ്ങനെ കിട്ടാനാണ് ചിറ്റേ? കുറേ കാലങ്ങളായിട്ട് ചിറ്റ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ. ആരുമായും കോണ്ടാക്റ്റുമില്ല. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അവർക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ആമി അങ്ങനെയിരുന്നു. എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ എളുപ്പമാണ്, പക്ഷേ ലക്ഷ്യത്തിലെത്താൻ ഒത്തിരി കഷ്ടപ്പാടാണെന്ന് അവൾക്ക് മനസ്സിലായി. മോളെ, ഇവിടെ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് അവളുടെ വീട്. അതെനിക്കറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം, അവളുടെ വീട്ടിലേക്ക് പോകാം. അതിന് ചിറ്റേ അവർ വീട്ടിലുണ്ടാവോ? കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവില്ലേ? എന്നാലും അവരുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ മോളെ? നമുക്ക് അവളുടെ നമ്പർ വാങ്ങിക്കാലോ. എന്നാ ചിറ്റ എഴുന്നേക്ക്, നമുക്ക് പോയി നോക്കാം. വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. പൂജ എഴുന്നേറ്റതും പിന്നാലെ ആമിയും എഴുന്നേറ്റു.
കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് മീനാക്ഷിയുടെ വീട് കണ്ടുപിടിക്കാൻ. കാരണം അന്നത്തെ ഓടിട്ട വീടായിരുന്നില്ല. പകരം ആ വരിയിൽ ഒരുപാട് ഇരുനില കെട്ടിടങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. മീനാക്ഷിയുടെ വീട്ടുപേര് ഓർത്തെടുക്കാൻ ആമി നന്നായി കഷ്ടപ്പെട്ടു. ഒടുവിൽ പലരോടും ചോദിച്ചാണ് സായന്തനം എന്ന ആ വീട് കണ്ടെത്തിയത്. പൂജ തുറന്നു പിടിച്ച ഗേറ്റിനുള്ളിലൂടെ ആമി കാർ ഉള്ളിലേക്ക് എടുത്തു. അപ്പോഴേക്കും പൂജ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞു. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ആമിയുടെ അത്രയും പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. ആരാ? അവർ ചോദിച്ചു. ഈ മീനാക്ഷിയുടെ വീട് ഇത് തന്നെയല്ലേ? പൂജയാണ് ചോദിച്ചത്. ആ സ്ത്രീ പൂജയെ ഒന്നിരുത്തി നോക്കി. അതോടെ ആമി അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. എൻ്റെ ഫ്രണ്ടാണ് മീനാക്ഷി. ഈ വഴി പോയപ്പോൾ ഞാനൊന്നിവിടെ കയറിയതാ. അതോടെ ആ സ്ത്രീ ഒന്നയഞ്ഞു. പെട്ടെന്ന് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അതിനെന്താ, മീനാക്ഷി ഇവിടെയല്ല താമസിക്കുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണിപ്പോൾ. അവളുടെ നമ്പറൊന്ന് കിട്ടിയാൽ നന്നായിരുന്നു. അതിനെന്താ, കയറിയിരിക്കൂ, ഞാൻ തരാം. അതോടെ രണ്ടുപേരും അകത്തേക്ക് കയറി. അകത്തേക്ക് പോയയാൾ ഫോണുമായി തിരികെ വന്നു. നമ്പർ പറയൂ, ഞാൻ വാട്സാപ്പ് ചെയ്തു തരാം. ഉടനെ പൂജ അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. അടുത്ത നിമിഷം തന്നെ പൂജയുടെ ഫോണിലേക്ക് അവരുടെ മെസ്സേജ് എത്തി. മീനാക്ഷിയുടെ ആരാ? ആമി ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ അവളുടെ സഹോദരൻ്റെ വൈഫാണ്. പേര് മല്ലിക. ഞാൻ വേദാത്മിക. മീനാക്ഷിയുടെ ഒപ്പം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. മല്ലികയുടെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് ആമി പറഞ്ഞു. ആണോ എന്ന് ചോദിച്ചുകൊണ്ട് മല്ലിക ആമിയുടെ കൈത്തലം സ്വീകരിച്ചു. ഇരിക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾ ഇറങ്ങാണ്. പിന്നീട് ഒരിക്കൽ മീനാക്ഷി ഉള്ളപ്പോൾ വരാം. അവിടെ നിന്നിറങ്ങി കാറിലിരുന്നു കൊണ്ടാണ് ആമി പൂജയെ കൊണ്ട് ആ നമ്പറിലേക്ക് വിളിപ്പിച്ചത്. 3-4 റിങ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് ഫോൺ എടുത്തു. കുറച്ചു നേരം പരിചയപ്പെടുത്തേണ്ടി വന്നു മീനാക്ഷിക്ക് ആമിയെ ഓർമ്മ വരാൻ. ഓർമ്മ വന്നപ്പോഴോ മീനാക്ഷിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എടീ, നീ എവിടെയാണ്? നിന്നെ കണ്ടിട്ട് എത്ര കാലമായി? നിന്നെപ്പറ്റി ഒരു വിവരമില്ലല്ലോ. അങ്ങനെ ഒരു പിടി ചോദ്യങ്ങൾ. എല്ലാത്തിനും ആമി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പറഞ്ഞു വന്നപ്പോൾ അവിടെ നിന്നും 6-7 കിലോമീറ്റർ പോകണമായിരുന്നു മീനാക്ഷിയുടെ വീട്ടിലേക്ക്. എന്തായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ, പോയിട്ട് തന്നെ കാര്യം എന്നുറച്ച് അവർ മീനാക്ഷിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പറഞ്ഞ വഴികളിലൂടെയെല്ലാം ചെന്നപ്പോൾ മീനാക്ഷി അവളുടെ ഗേറ്റിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആമിയെ സ്വീകരിച്ചിരുത്തുമ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു അവർ. കൂട്ടുകാരികളുടെ കുശല പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ ആമി തൻ്റെ കഥ മീനാക്ഷിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എല്ലാം കേട്ടിരുന്നു മീനാക്ഷി. നിന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? മീനാക്ഷിയുടെ ചോദ്യത്തിന് മുന്നിൽ ആമി ഒന്ന് പതറി. എനിക്ക് ഉറപ്പില്ല മീനാക്ഷി. എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സംശയം. അത് അനുനിമിഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങാനും എൻ്റെ കുഞ്ഞിനെ എൻ്റെ ബന്ധുക്കൾ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ? സംശയമാണ്. ഒന്നിനും ഉറപ്പ് പറയാൻ എൻ്റെ കയ്യിൽ തെളിവുകളില്ല. മീനാക്ഷി ആമിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഇതിലിപ്പോൾ എനിക്കെന്താ റോൾ? ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? മീനാക്ഷി, നിന്റെ അമ്മ അവിടെയല്ലേ വർക്ക് ചെയ്തിരുന്നത്? അമ്മയോട് ചോദിച്ചാൽ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടില്ലേ? കിട്ടും. പക്ഷേ എവിടെ ചെന്ന് ചോദിക്കും? മീനാക്ഷി താടിക്ക് കയ്യും കൊടുത്തിരുന്നു. അതെന്തേ? എടിയെ പൊട്ടി, എൻ്റെ അമ്മ മരിച്ചിട്ട് 15 കൊല്ലം കഴിഞ്ഞു. ആമി വായ തുറന്ന പടിയിരുന്നു. പൂജ നിസ്സഹായതയോടെ ആമിയെ നോക്കി. ആമി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു കംപ്ലൈൻറ്റ് എഴുതാ. എന്നിട്ടെന്താ, നീ അന്വേഷിക്കുമോ? ആമി അവളെ കളിയാക്കി. നീ കളിയാക്കുകയൊന്നും വേണ്ട മോളെ. ഇവിടുത്തെ CI എൻ്റെ ഭർത്താവാണ്. ആമി ഒരു നിമിഷം അത്ഭുതപ്പെട്ടിരുന്നു പോയി. അത് കണ്ട് മീനാക്ഷി പൊട്ടിച്ചിരിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പെണ്ണെ, ഒരു കംപ്ലൈൻറ്റ് അങ്ങ് എഴുതിത്തരാൻ. നിന്റെ സംശയമെല്ലാം തീർത്ത് ഞാൻ കയ്യിൽ വെച്ച് തരും. ആമി ഒന്നും മിണ്ടാതെ അല്പനേരം ഇരുന്നു. നീയൊന്നും പറഞ്ഞില്ല? മീനാക്ഷിയുടെ ചോദ്യമാണ് ആമിയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. പൂജ, മോൾ കുറച്ചു നേരം പുറത്തേക്കൊന്നിരിക്കെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മീനാക്ഷിയോട് തനിച്ച് പറയാനുണ്ട്. ആമി പറഞ്ഞതും പൂജ വേഗം പുറത്തേക്കിറങ്ങി. മുറ്റത്തേക്കിറങ്ങിയ അവൾ പതിയെ ഗാർഡനിലേക്ക് നടന്നു. അവിടെ പലതരത്തിലുള്ള ചെടികളും അവയിൽ നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. പലതരം വർണ്ണങ്ങളിൽ പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്ന പൂക്കൾ. അവൾക്കൊത്തിരി ഇഷ്ടം തോന്നി. എത്ര ഭംഗിയോടെയാണ് അതെല്ലാം ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്. ഇതൊക്കെ പരിപാലിക്കാൻ തന്നെ ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കേണ്ടി വരും. അവളൊരു പനിനീർപ്പൂവിൻ്റെ അടുത്ത് ചെന്നു നിന്നു. പതിയെ തലോടിക്കൊണ്ട് ആ ഗന്ധം തന്നിലേക്ക് ആവാഹിച്ചു. ഹൃദ്യമായ സുഗന്ധം. അവളുടെ ഉള്ളിലൊരു കുളിർതെന്നൽ വീശിയതുപോലെ. എത്ര നേരം ആ പൂന്തോട്ടത്തിനുള്ളിൽ നിന്നുവെന്നറിയില്ല. ചിറ്റ വന്ന് വിളിച്ചപ്പോഴാണ് അവൾ അകത്തേക്ക് കയറി ചെന്നത്.
അപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ചായയും പലഹാരങ്ങളും നിറഞ്ഞിരുന്നു. മോൾ വന്ന് കഴിക്ക്. മീനാക്ഷി പൂജയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ചിറ്റേ, സമയം 12 കഴിഞ്ഞു കേട്ടോ. ഇനിയും വൈകിയാൽ പല ചോദ്യങ്ങളെയും നമ്മൾ നേരിടേണ്ടി വരും. ഇല്ല മോളെ, 10 മിനിറ്റ്, അപ്പോഴേക്കും നിങ്ങൾക്ക് ഇറങ്ങാം. മഹി ഇങ്ങെത്തിക്കോട്ടെ. പറഞ്ഞു തീരുന്നതിന് മുൻപേ മുറ്റത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അതിൽ നിന്നും പോലീസ് യൂണിഫോമിൽ CI മഹേഷ് ഇറങ്ങി. മഹി എത്തിയെന്ന് തോന്നുന്നു. മീനാക്ഷി വേഗം പുറത്തേക്ക് ചെന്നു. അല്പസമയം കഴിഞ്ഞതും CI മഹേഷ് മുന്നിലും മീനാക്ഷി പിന്നിലുമായി അകത്തേക്ക് വന്നു. ഈ മഹേഷാണ് ഹരിപ്രസാദിൻ്റെ കൊലപാതകം അന്വേഷിക്കുന്ന വിനയനെ അറസ്റ്റ് ചെയ്ത CI മഹേഷ്. മഹേഷ് ആമിയുടെ മുന്നിലായി കസേര നീക്കിയിട്ടിരുന്നു. വിവരങ്ങളെല്ലാം മീനാക്ഷി എന്നോട് പറഞ്ഞു. ആമി വിഷമിക്കണ്ട. അങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ടെങ്കിൽ ഏതു വിധേനയും നമ്മളത് കണ്ടെത്തും. ആമി പറഞ്ഞതുപോലെ എല്ലാം രഹസ്യമായിരിക്കും. ധൈര്യമായി പൊയ്ക്കോളൂ. ആമിയുടെയും പൂജയുടെയും നമ്പർ മീനാക്ഷിയുടെ അടുത്ത് കൊടുക്കണം. ഞാൻ വിളിക്കുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറുപടി തന്നാൽ മതി. ആമിയും പൂജയും സന്തോഷത്തോടെയാണ് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത്. ചിറ്റേ, ഈ കളികൾക്കെല്ലാം ഒടുവിൽ എൻ്റെ ചിറ്റ ചിരിക്കുന്നൊരു ദിവസം വരും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. ഡ്രൈവിങ്ങിനിടയിലും ആമി പൂജയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. പൂജ, നീ എൻ്റെ മോളാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം കുഞ്ഞ്. ആമിയുടെ കണ്ണിൽ നീർ പൊടിഞ്ഞു. പൂജ പുഞ്ചിരിച്ചു. ഉള്ളം നിറഞ്ഞ ചിരി. എൻ്റെ ചിറ്റയുടെ വേദനകൾ ദൈവം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ പോലീസുകാരനെ മുന്നിലെത്തിച്ചു തന്നത്. ആ ദുഷ്ടൻ്റെ കള്ളത്തരങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. അതിനൊരു നിമിത്തമാണ് CI മഹേഷ്. പൂജ പല്ലുകൾ കടിച്ചമർത്തി മനസ്സിൽ പറഞ്ഞു. ആ സമയം പാർത്ഥസാരഥിയുടെ ഓഫീസിൽ എല്ലാം തകർന്നവനെ പോലെ തളർന്നിരിക്കുകയാണ് ദത്തൻ. അടുത്തു തന്നെ ഒടിഞ്ഞു മടങ്ങി പാർത്ഥസാരഥിയുമുണ്ട്. കേട്ടത് സത്യമാണോ എന്ന് ഒന്നുകൂടെ അന്വേഷിച്ചു നോക്ക് പാർത്ഥ. തളർന്ന സ്വരത്തിൽ ദത്തൻ പറയുന്നത് കേട്ടിട്ടും പാർത്ഥസാരഥി അനങ്ങുന്നില്ല. പാർത്ഥ, ദത്തൻ തെല്ലുറക്കെ വിളിച്ചു. കേട്ടതൊക്കെ ശരിയാണ് സാർ. അയ്യന്തോൾ വെച്ചാണ് സംഭവം. കത്തിക്കരിഞ്ഞ കാറിൽ അവർ 4 പേരുണ്ടായിരുന്നു. ഉറപ്പാ, അതവർ തന്നെയാണ്. ചന്ദ്രനും വാസുവും സജിനും ആൻഡ്രൂസും. പക്ഷേ സജിനും ആൻഡ്രൂസും സഞ്ചരിച്ച കാറിൽ ചന്ദ്രനും വാസുവും എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണല്ലോ സാർ. തൊട്ടുമുന്നിലൊരു ഗർത്തമുണ്ടാവാൻ പോകുന്നത് പോലൊരു ഫീൽ. ആ ഗർത്തത്തിൽ നാം അടപടലം വീഴുമോ? എല്ലാം തളർന്നവനെ പോലെ പാർത്ഥസാരഥി റിവോൾവിംഗ് ചെയറിലേക്ക് തലചായ്ച്ചിരുന്നു.